സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി നടക്കണം. ഇവിടുത്തെ അനിമൽസിനെ കൊല്ലണം. എല്ലാം നടക്കും എൻ്റെ സാറേ. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഞാനുള്ളപ്പോൾ ഈ പ്ലാന് സക്സസ് ആവത്തേ ഉള്ളൂ. ഞാൻ തലയിട്ട ഒരു പ്ലാനും ഇന്നേ വരെ അൺസക്സസ്ഫുൾ ആയിട്ടില്ല. അഥവാ ഈ ഒരു പ്ലാൻ അൺസക്സസ്ഫുൾ ആയ എൻ്റെ പേര് നീ മാറ്റിക്കോ സാറേ. പുലി പോ, ബാക്കിലോട്ട് പോ. അയ്യോ, ഇതെങ്ങനെ? ഇതാരാ ഇത്? അയ്യോ, ആരാ ഇതിങ്ങനെ ചെയ്തേ? എക്സ്ക്യൂസ് മീ, ഹു ഡിഡ് ദിസ്? ഒരു മിനിറ്റ്, എൻ്റെ ഫോണിൽ ആരോ റിങ് ചെയ്യുന്നു. ഒരു സെക്കൻഡേ. ഹലോ, എന്താ മഹേഷ്, നിനക്ക് വേണ്ടേ? ഒന്ന് പറഞ്ഞു തോല. നമ്മുടെ പ്രോപ്പർട്ടി റെഡി ആയോ? ഞാൻ കഴിക്കാൻ പറ്റി. നമ്മുടെ പ്രോപ്പർട്ടി റെഡി ആയെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാം. പിന്നെ കഴിക്കാം. നീ ചുമരി ഫോം ഞാൻ കൊണ്ടുവരും. നീയും പിന്നെ നമ്മുടെ വന്ന് അവനെയും കൂട്ടി നീ സൈൻ ഇട്ടോണേ. നിന്റെ സൈനാണ് മുഖ്യം. ഓക്കെ, അത് പ്രോപ്പർട്ടി റെഡി അല്ലേ? എടാ, ഞാൻ വിളിക്കാം. ഹലോ, ഞാൻ പറയാം. ഈ കാർഡ് പണ്ട് ഗവൺമെൻറ് സീൽഡ് പ്രോപ്പർട്ടി ആയിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഇത് ഇപ്പം എൻ്റെ പേര് കാശി എന്നാണ്. ഞാൻ പറയുന്ന ക്ഷമയോടെ കേൾക്കണം. എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ആർത്തി മഹേഷും ഞാനും കൂടി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെയായിട്ട് ഇത്ര വലിയ ഏക്കറുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഓരോ വലിയ ടെക്നോ പാർക്കിൻ്റെ അത്ര വലുതാണോ അത്രയും വലിയൊരു ഫാക്ടറി ഞങ്ങൾക്ക് ഇവിടെ പണിയണമെന്നുണ്ട്. അതുകൊണ്ട് ഈ കാർഡ് ഗവൺമെൻറ് സീൽഡ് പ്രോപ്പർട്ടിയാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് ആരെടുത്തും പറയരുത്. നിനക്കായി ഞാനൊരു സാധനം തരാം. നീ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ സ്വപ്നത്ത് കാണാൻ പറ്റാത്ത തുകയാ ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. 12 കോടി. ഹെൽപ്പ് ചെയ്യുമോ? ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഇവിടെ നടക്കൂല. നീ ഇവിടെ ഫാക്ടറി പോയിട്ട് സ്ഥലത്ത് നീ ഒരു ഉറുമ്പിൻ കൂട്ടം പോലും നീ ഇവിടെ പണിയില്ല. കാരണം ഇത് നിങ്ങളെയൊക്കെ പോലത്തെ ഉള്ള സ്ഥലമല്ല. കേട്ടാ? എന്താണ് എന്നെ ചീത്ത വിളിച്ചോടാ? ഞാൻ ബോഡി ഇനിയും കുഴിച്ചിടണം. ആരും അറിയാൻ പാടില്ല. സാർ, ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിടട്ടെ? അവര് അപ്പോയിൻമെന്റ് എടുത്തതാണോ? ആ സാറേ, അപ്പോയിൻമെന്റ് എടുത്തതാണ്. എന്നാ കയറ്റി വിട്ടോളൂ. ക്യൂലൊന്നും നിൽക്കാൻ പറയണോ? കയറട്ടെ, വിട്ടോളൂ. ദേ വന്നോളൂ, സാറ് വിളിക്കുന്നുണ്ട്. വാ. എന്താ വിളിച്ചെന്താ? കുഴപ്പമെന്താ? പറയൂ. സാറിനോടൊന്ന് പേഴ്സണലായി ഒന്ന് സംസാരിക്കണം. അടുത്തൊന്ന് പോവാൻ പറയൂ. ഒന്നും നടക്കത്തില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. സാറിന് പ്രൊട്ടക്ഷനായിട്ട് ബോഡി ഗാർഡായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അയ്യടാ, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഇയാൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയാൻ കാണും. അത് നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ലായിരിക്കും. നിങ്ങൾ പുറത്തോട്ട് നിൽക്കേ. ഓക്കെ സാർ. സാറ് പറഞ്ഞോണ്ട് ഞാൻ പോകുന്നു. ഇനിയും പറയൂ. പറയുന്നതിന് മുമ്പ് സാറിന്റെ മുഖം കണ്ടാൽ കൊള്ളായിരിക്കും അല്ലേ? ആസ് യുവർ വിഷ്. മുഖം കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. കണ്ടോളൂ സാറേ എന്റെ മുഖം.
എനിക്ക് കുറച്ച് വർക്കുണ്ട്, നമുക്ക് കുറച്ച് സംസാരിക്കാം. ഹേ അസിസ്റ്റന്റ്, നീ വിളിച്ചാ ഒരുത്തരും വിളി കേൾക്കൂല. എന്റെ സ്ഥലത്ത് നീ ഫാക്ടറി വെച്ചു. ഞാൻ വേണ്ട വേണ്ട 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ, നീ ഇവിടെ തന്നെ വെക്കുമല്ലേ. so what are you gonna do me, you bloody idiot?